ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. തെക്കൻ ആൻഡമാൻ കടലിലേക്ക് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മെയ് 31 കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് പ്രതീക്ഷ. 150 വർഷത്തിനിടെ കേരളത്തിൽ കാലവർഷം എത്തുന്ന തീയതികളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. 1918 മെയ് 11 കാലവർഷം എത്തിയത്. ഇത് ചരിത്രത്തിലെ ഏറ്റവും നേരത്തെ എത്തിയ കാലവർഷമാണ്. 1972 ജൂൺ 18 കേരളത്തിൽ കാലവർഷം എത്തിയത്. ഇതാണ് ഏറ്റവും വൈകിയെത്തിയ കാലവർഷം. 2023 ജൂൺ 8 കാലവർഷം കേരളത്തിലെത്തിയത്. 2022 മെയ് 29 2021 ജൂൺ 3 2020 ജൂൺ 1 കേരളത്തിൽ കാലവർഷം എത്തിയത്. ലാനിന പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ഇന്ത്യയിൽ ലഭിക്കുമോ എന്നാണ് മുന്നറിയിപ്പ്. മാലിദ്വീപ്, കൊമോറിയൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിൽ കാലവർഷം എത്തിയതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദം പാത്തി രൂപപ്പെട്ട് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ഇന്ത്യയിൽ നിന്നും ആളുകളെ വിദേശത്തേക്ക് കടത്തി അവയവ കച്ചവടം നടത്തിയിരുന്ന ഏജന്റ് നെടുമ്പാശ്ശേരി പിടിയിൽ. ഇയാളുടെ ഫോണിൽ നിന്നും അവയവ കച്ചവടത്തിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് റിപ്പോർട്ട്. തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസറാണ് കൊച്ചിയിൽ പിടിയിലായത്. അന്താരാഷ്ട്ര കച്ചവട റാക്കറ്റിന്റെ ഒരു ഏജന്റാണ് സബിത്ത് എന്നും പോലീസ് സൂചിപ്പിക്കുന്നു. ഇറാനിലെ ആശുപത്രിയിലാണ് അവയവ ശസ്ത്രക്രിയ നടത്തിയിരുന്നതെന്നാണ് കണ്ടെത്തൽ. ആദ്യം കുവൈറ്റിലെത്തിക്കുകയും അവിടെ നിന്നും ഇറാനിലെത്തിച്ച് അവിടെ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി വരികയായിരുന്നു എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ഉത്തർപ്രദേശിലെ ഒരു പോളിംഗ് ബൂത്തിൽ യുവാവ് 8 തവണ BJP വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യ സഖ്യം. UPയിൽ BJP കളവോട്ട് ചെയ്യുന്നതായി ഇന്ത്യ സഖ്യം നിരന്തരമായി ആരോപണം ഉന്നയിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്തെത്തി. EVMൽ മൂന്നാമതുള്ള BJP സ്ഥാനാർത്ഥിക്ക് നേരെ തുടർച്ചയായി 8 തവണ യുവാവ് വോട്ട് ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. BJPയുടെ മുകേഷ് രജ്പുതിന് വേണ്ടിയാണ് യുവാവ് 8 തവണ വോട്ട് ചെയ്തത്. വോട്ട് ചെയ്യുന്നത് എണ്ണിക്കൊണ്ട് യുവാവ് തന്നെയാണ് വീഡിയോ പകർത്തിയതും. ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ബൂത്തിലാണ് ക്രമക്കേട് നടന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തണമെന്ന ആവശ്യവുമായി ഇന്ത്യ സഖ്യം രംഗത്തെത്തി. മെയ് 13 നടന്ന 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നതായി അഖിലേഷ് യാദവ് നേരത്തെ ആരോപിച്ചിരുന്നു. UPയിലെ ഒരു മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാരെ പോലീസ് അടിച്ചോടിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറങ്ങുകയാണോ എന്നും ഇന്ത്യ മുന്നണി ചോദിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. പ്രയാഗ്രാജ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് ആൾക്കൂട്ടം ഇരച്ചുകയറി. ആവേശം അതിരുകടന്നതോടെ വേദിയെ അഭിസംബോധന ചെയ്യാൻ കഴിയാതെ രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും വേദി വിടേണ്ടി വന്നു. ബാരിക്കേഡുകൾ മറികടന്നു പ്രവർത്തകർ സുരക്ഷാ വിടവ് കടന്ന് നിയന്ത്രണമില്ലാതെ കയറി. തിക്കും തിരക്കും സുരക്ഷാ ഭീഷണിയിലേക്ക് നയിച്ചു. ഇതോടെയാണ് നേതാക്കൾ റാലി വെട്ടിച്ചുരുക്കി വേദി വിട്ടത്. പ്രയാഗ്രാജിലെ ഫുൾപൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പാടിലായി നടന്ന പൊതുയോഗത്തിലാണ് സംഭവം. ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാതെയാണ് രാഹുലും അഖിലേഷും റാലി വിട്ടത്. കോൺഗ്രസ് SP പ്രവർത്തകർ നിയന്ത്രണങ്ങൾ മറികടന്ന് വേദിയിലേക്ക് കയറാൻ ശ്രമിച്ചതും ആശങ്കയായി. അഖിലേഷും രാഹുലും പാർട്ടി പ്രവർത്തകരോട് ശാന്തരാകാനും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചെങ്കിലും ആവേശം അടങ്ങിയില്ല. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും പാടുപെട്ടു. തുടർന്ന് ഇരുവരും ചർച്ച നടത്തി വേദി വിടാൻ തീരുമാനിക്കുകയായിരുന്നു. ഫുൽപൂരിലെ റാലി വിട്ട ശേഷം രാഹുലും അഖിലേഷ് അലഹാബാദ് പാർലമെന്റ് സീറ്റിന് കീഴിലുള്ള പ്രയാഗ്രാജ് ജില്ലയിലെ 2ാമത്തെ റാലിക്കായി മുംഗരിയിൽ എത്തി. ഈ റാലിയിലും സമാനമായ സാഹചര്യം ഉണ്ടായി. ഇവിടെയും ആവേശഭരിതരായ ജനക്കൂട്ടം ബാരിക്കേഡുകൾ തകർത്ത് വേദിക്കരികിലേക്ക് തള്ളിക്കയറി. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ.
പതഞ്ജലിയുടെ സോൻപപ്പിടിയിലും മായം. ബാബ രാംദേവിന്റെ മാനേജർക്ക് തടവ്. ഔഷധങ്ങൾക്ക് പുറമെ പതഞ്ജലി പുറത്തിറക്കിയ പലഹാരവും ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടു. ഭക്ഷ്യസുരക്ഷാ പരിശോധകരുടെ റിപ്പോർട്ട് പ്രകാരം പതഞ്ജലിയുടെ മാനേജർ ഉൾപ്പെടെ 3 പേർക്ക് കോടതി തടവും ശിക്ഷയും പിഴയും വിധിച്ചു. ഉത്തരേന്ത്യയിലെ പ്രിയപ്പെട്ട മധുര പലഹാരം സോൻപപ്പടി നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിലാണ് ഗുണനിലവാരമില്ലെന്ന് ഉദ്യോഗസ്ഥർ പരിശോധനയിൽ കണ്ടെത്തിയത്. തുടർന്നുള്ള കേസിൽ പിതോരഗഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉദ്യോഗസ്ഥരടക്കം 3 പേർക്ക് 6 മാസം തടവും പിഴയും വിധിച്ചു. പതഞ്ജലി ആയുർവേദ് ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് മാനേജർ അഭിഷേക് കുമാർ, കച്ചവടക്കാരനായ ലീലാധർ പഥക്, വിതരണക്കാരനായ അജയ് ജോഷി എന്നിവർക്കാണ് ശിക്ഷ. 2019 ലീലാധർ പഥക്കിന്റെ കടയിൽ ഭക്ഷ്യസുരക്ഷാ ഇൻസ്പെക്ടർ പരിശോധന നടത്തിയപ്പോഴാണ് ഗുണനിലവാര പ്രശ്നം കണ്ടെത്തിയത്. പതഞ്ജലി നവരത്ന ഐലച്ചി സോൻപപ്പടി തുടർന്ന് പരിശോധനയ്ക്ക് എടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം കേസിൽ ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ 3 പേർക്കെതിരായും കേസെടുക്കുകയായിരുന്നു. 2006 ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ സെക്ഷൻ 59 പ്രകാരം ലീല പഥക്കിന് 5000 രൂപയും അജയ് ജോഷിക്ക് 10,000 രൂപയും അഭിഷേക് കുമാറിന് 25,000 രൂപയും പിഴയും 3 പേർക്കും 6 മാസം തടവുമാണ് ശിക്ഷ. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ അരങ്ങ് സർഗോത്സവം സംഘടിപ്പിച്ചു. നെരുവമ്പ്രം UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D വിമല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അനിൽകുമാർ, ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സുലോചന, KP മോഹനൻ, ET വേണുഗോപാൽ, V ശശി, VRV ഏഴോം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ MK ലത സ്വാഗതവും മെമ്പർ സെക്രട്ടറി M ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. നാടെങ്ങും നായനാരുടെ ഓർമ്മ പുതുക്കി. കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ EK നായനാരുടെ 20ാം ചരമവാർഷികം നാടാകെ ആചരിച്ചു. കല്യാശ്ശേരിയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. MV ജയരാജൻ, TV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ ലോക്കൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പതാക ഉയർത്തിയും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കക്കാട് പുഴയോര ശുചീകരണം നടത്തി. കണ്ണൂർ കോർപ്പറേഷൻ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കക്കാട് പുഴയോരം ശുചീകരണ പ്രവൃത്തി കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. സംസ്ഥാന വ്യാപകമായി നടത്തപ്പെട്ട ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായി കോർപ്പറേഷൻ പരിധിയിലെ മുഴുവൻ വാർഡുകളിലും അതാത് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തപ്പെട്ടു. കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾക്കൊപ്പം കുടുംബശ്രീ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ പങ്കാളികളായി. കക്കാട് പുഴയോര പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ്, കൗൺസിലർമാരായ റാഷിദ്, KP പനിയൻ, ഉഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനുഷ്ക, ക്ലീൻ സിറ്റി മാനേജർ ബൈജു PP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത